പനിക്ക് പാരസെറ്റാമോള്, തലവേദനയ്ക്ക് ക്രോസിൻ, വയറിളക്കത്തിന് മെനാൽറ്റിൻ, പനിക്ക് പാരസെറ്റാമോള്, തലവേദനയ്ക്ക് ക്രോസിൻ, വയറിളക്കത്തിന് മെനാൽറ്റിൻ. വയറിളക്കത്തിൻ്റെ കാര്യം എപ്പോഴും മറന്നു പോകാനുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ആയിപ്പോയി. പക്ഷേ എന്ത് ചെയ്യാം, മറ്റുള്ള അലോപ്പതിക്കും വേണ്ടി എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നതുകൊണ്ട് ആകെ പ്രശ്നമാണ്. എടോ എൻ്റെ പൊന്നു ദാമോദര, താൻ്റെ സ്ഥിരം പേഷ്യൻ്റ് അല്ലേ? തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഈ 4-ാം നിലയുടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരരുതെന്ന്. എൻ്റെ സാറേ, സാറ് പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാർ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ സ്റ്റെപ്പ് കയറരുത് പറഞ്ഞത്. അതെ, അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് കയറിയല്ല വന്നത്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ പിന്നിലെ ബേക്കില് ആ പൈപ്പ് മുന്നിൽ കൂടെ ഇങ്ങനെ പൊത്തി പിടിച്ച് വലിഞ്ഞു കയറി വന്നതാണ് സാറേ. എന്റെ പൊന്ന് ദാമോദര, തന്നെ കൊണ്ട് ഞാൻ താറ്റുള്ള തന്റെ ഇങ്ങനെ വന്നാൽ തന്നെ അസുഖം കൂടുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം മനസ്സിലായോ? ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ആലോചിച്ച് ചീട്ട് കൊണ്ടുവന്ന നമുക്ക് നേരം പോക്കായിരുന്നല്ലേ, നമുക്ക് റമ്മി കളിച്ചാൽ മതി. എടോ, ആ ചീട്ടല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ വന്നപ്പോ തനിക്കൊരു മരുന്നിന് ഞാൻ എഴുതി തന്നിരുന്നു. ആ ചീട്ട്, ആ മരുന്ന് താൻ വാങ്ങിച്ചോ? എന്റെ പൊന്ന് സാറേ, ആ മരുന്ന് മേടിക്കാനായിട്ട് ഈ ചീട്ടും കൊണ്ട് ഞാൻ കേറാത്ത മെഡിക്കൽ ഷോപ്പുകളില്ല. എവിടെയൊക്കെ പോയി? ഞാൻ എറണാകുളത്ത് വന്നു, അവിടെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയി, കൊടുങ്ങല്ലൂര് പോയി. എന്തിനു സാറേ, ഞാൻ തലശ്ശേരി വരെയും പോയി. അല്ല, അവരെന്താണ് പറയുന്നത്? ഈ മെഡിക്കൽ ഷോപ്പുകാർ എന്താണ് പറയുന്നത്? തലശ്ശേരി ചെന്നപ്പോ മെഡിക്കൽ ഷോപ്പിലായ ഒരാള് പറയണ്, ഈ മരുന്ന് ഇവിടെ ഒന്നും കിട്ടൂല, അത് തന്നെയല്ല, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എവിടെ നോക്കട്ടെ. എടോ, ഇത് ഞാൻ മരുന്നിന് എഴുതിയതല്ല, ഇത് ഞാൻ പേന തെളിയോ നോക്കിയ കടലാസാണ് താൻ എടുത്തോണ്ട് പോയത്. അതല്ലേ? എന്റെ ദൈവം, പേനിപ്പോ തെളിയണില്ലേ? തെളിയുണ്ട്. അതെ, ഇനി പൾസ് നോക്കട്ടെ. പല്ല് 32 ഉണ്ട് സാറേ. എടോ, പൾസ്. താൻ ഒരു കാര്യം മനസ്സിലാക്കണം, താൻ എന്നെ സ്ഥിരമായി കാണാൻ വരുന്ന ഒരു പേഷ്യന്റ് ആണ്. അറിയാലോ, തന്റെ എല്ലാ ശരീരത്തിലെ എല്ലാ അനാറ്റമിയും എനിക്കറിയാം. പറയുന്നോണ്ട് വിഷമോ അല്ലെങ്കിൽ ടെൻഷനോ വിചാരിക്കരുത്. ഇല്ല സാറ് പറഞ്ഞു, താങ്കൾ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി, പതുക്കെ മരിച്ചാൽ മതി, എനിക്ക് ഒരു ധൃതിയില്ല. എന്റെ ഭാര്യ പെട്ടെന്ന് മരിക്കാൻ വല്ല വിളിക്കണ്ട. എടോ, തനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് എന്നോട് പരാതി പറഞ്ഞിരുന്നു. അതിന് അനുസരിച്ച് ഞാൻ ഒരു ടോണിക്കിന് എഴുതി തന്നിരുന്നു. മാത്രമല്ല, ഞാൻ ടോണിക്കിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞൊരു കാര്യം തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. തൻ്റെ വീട്ടിലെ ആ ചെറുപ്പക്കാരിയായ വേലക്കാരിയെ മാറ്റി പകരം കുറച്ച് വയസ്സായ ഒരു 60-65 വയസ്സുള്ള വേലക്കാരിയെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ അന്വേഷിച്ച് നടന്ന് ഒരു പ്രായമായ ഒരു വേലക്കാരിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. വെരി ഗുഡ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ സൈക്കാട്രിസ്റ്റ് മനോഹരന്റെ ഒരു പ്രത്യേകത. അത്തരം ചികിത്സയാണ് നമ്മുടെ വിജയം. അപ്പൊ അതുകൊണ്ടാണ് തനിക്ക് ഇപ്പൊ ഉറക്കം കിട്ടുന്നത്. ഇപ്പൊ നല്ല ഉറക്കമുണ്ട് സാറേ, ഉറങ്ങി പണിക്ക് കൂടെ പോണില്ല, ആദ്യം ഉറക്കമാണ്. അതാണ് അത്. ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്. ഇപ്പൊ അച്ഛനും ഉറക്കൂല. അച്ഛൻ ആ തള്ളയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. എന്റെ ദൈവം, ഫാമിലി മൊത്തം പോക്കാണ്. അല്ല, തന്റെ ഈ കയ്യുമ്മലും മുഖത്തൊക്കെ എന്താണ് ഒരു കറുത്ത പാടുകളും ഈ നീര് വന്ന പോലെ ഇരിക്കുന്നുണ്ട്. പറയണ്ട സാറേ, ഞാനും സിസിലിയും കിടന്ന് ഉറങ്ങണ സമയത്ത് പെട്ടെന്നൊരു കള്ളം ബെഡ്റൂമിലേക്ക് ചാടി കയറി വന്നു. എന്റെ വായിൽ തുണി കുത്തി കയറ്റി എന്നെ കട്ടിലുമ്പോ കെട്ടിയിട്ടിട്ട് സിസിലിനോട് പറഞ്ഞു, എന്റെ കഴുത്തിൽ കിടക്കണം മാല തരാൻ പറഞ്ഞു. അവള് പറഞ്ഞു, മാല മാത്രമല്ല എന്റെ ശരീരത്തുള്ള മൊത്തം സ്വർണ്ണ ഊരി തരാം, ആ ചേട്ടനൊന്ന് അഴിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ അത് ഊരിക്കൊടുത്തു, നിങ്ങളെ രക്ഷിച്ചു. അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ താൻ ഭാഗ്യം ചെയ്തൊരു ഭർത്താവാണ്. കാരണം ആ ഭാര്യ അങ്ങനെ ഒരു മാല ചോദിച്ചപ്പോൾ അവർ മൊത്തം ഓർണമെന്റ്സും അഴിച്ചു കൊടുത്ത് താങ്കളുടെ ജീവൻ രക്ഷിച്ചു. അതാണ് താങ്കളുടെ ഈ ഭാര്യയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്റെ പൊന്നു സാർ, അത് എന്റെ ഭാര്യയല്ല, അത് അയൽവക്കത്തെ പെണ്ണ് സിസിലിയാണത്. അപ്പൊ താൻ അവിടെയാണ് കിടന്നുറങ്ങിയത്? ഞാൻ ഇന്നലെ അവിടെയാണ് കിടന്നുറങ്ങിയത്. എന്റെ ഫീസിന്റെ കാര്യം അറിയാലോ, ഭയങ്കര കൂടുതലാണ്. മനസ്സിലായോ? പണം എനിക്കൊരു പ്രശ്നമല്ല സാറേ, അത് എത്ര വേണമെങ്കിലും കടം പറയാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഈ നശിച്ച അസുഖം ഒന്ന് മാർക്കിട്ടാൽ മതി. തന്നെ കണ്ടിട്ട് എനിക്കൊരു ലക്ഷണം, തനിക്ക് വല്ല പ്രേമം വല്ലതും ഉണ്ടോ? പ്രേമത്തിന്റെ കാര്യം പറയണം. പൊന്ന് സാറേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 15-16 വർഷത്തിൽ പുറത്തായി. എനിക്കിപ്പോൾ എന്നോട് ഒരു 18 വയസ്സായ ഒരു പെണ്ണിന് എന്നോട് ഭയങ്കര ശക്തമായ പ്രേമം. 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് തന്നോട് പ്രേമോ? എന്താ കണ്ണു കാണാൻ പാടില്ലേ? അതറിയാൻ പാടില്ല. അവൾക്ക് എന്നോടുള്ള പ്രേമം മൂത്തിട്ട് ഞാൻ കെട്ടണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവള് കശുമാവിന്റെ മുകളിൽ കയറി കെട്ടിത്തൂങ്ങാൻ വേണ്ടി ചാടാൻ ശ്രമിച്ച്. താൻ പേടിക്കണ്ട, ഇതിന് ഞാൻ മരുന്ന് പറഞ്ഞു തരാം. സാറ് ഒരു മരുന്നും പറഞ്ഞു തരണ്ട.
അവളെ വിളിച്ച് എന്റെ ജീവിതമായി എന്റെ ഭാര്യയുടെ ജീവിതം എങ്ങനെയാണെന്ന് എന്റെ ഭാര്യ പറഞ്ഞു കൊടുത്ത് 16 വർഷത്തിൽ 15 വർഷത്തെ കഥ പറഞ്ഞപ്പോഴത്തേനും അവള് ജീവനും കൊണ്ട് ഓടിപ്പോയി. ഇപ്പൊ താൻ അവളെ വഴിയിൽ വെച്ച് കാണാറുണ്ടോ? ഉവ്വാ, എന്നെ കണ്ട അവള് തിരിഞ്ഞു നോക്കൂല, ഓടി രക്ഷപ്പെടും. അപ്പൊ അതിൽ കൂടുതൽ വേറെ മരുന്നൊന്നും കിട്ടാനില്ല. പിന്നെ താങ്കൾക്ക് എന്തോ ചെറിയൊരു പ്രശ്നം ഞാൻ താങ്കളുടെ കണ്ണുകളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സാറേ. എന്തോ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ എൻ്റെ സ്ഥിരം പേഷ്യൻ്റാണ്. തൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. സാറേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് എന്തോ പ്രശ്നം? സാറിനല്ലേ പ്രശ്നം? എന്തോ പ്രശ്നം ഉണ്ടോ? ഞാൻ പറയാം, എന്തോ പ്രശ്നം തനിക്ക് ഫീൽ. സാറെന്തിനാ ചൂടാവാൻ നിൽക്കണം? സാറിനല്ലേ പ്രശ്നം? സാറല്ലേ പറഞ്ഞത് ഇവിടെ ഫീസ് കൂട്ടി അങ്ങനെ കൂട്ടി എന്റെ പഴയ സ്വഭാവം എടുക്കരുതട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. എന്റെ പഴയ സ്വഭാവം എടുത്ത് ഞാൻ ഇതെല്ലാം കത്തിച്ച് തീയിട്ട് കളയും. ഉള്ള കാര്യം ഞാൻ പറയാം. സാറിനെ പൊക്കി ആ തീയിലിട്ട് കത്തിക്കരിക്കും ഞാൻ. ചോര കണ്ട് അറപ്പ് മാറിയാണ്. എൻ്റെ അടുത്താണ് തന്നെ വേഷം കിട്ട് കുറെ നേരം എല്ലാവരും പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല. എടാ താൻ എന്താണ് ഈ പറയണത്? സാറേ ഇതാണ് എൻ്റെ പ്രശ്നം. വെറുതെ ആവശ്യമില്ലാണ്ട് ചൂടാവും. ഇങ്ങനെ ചൂടാവും. തന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതാണ് തന്റെ പ്രശ്നം. അപ്പൊ അതിനൊക്കെ പരിഹാരമുണ്ട് സാറേ. ഈ നശിച്ച പ്രഷർ, ഹൈ പ്രഷർ കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആരോഗ്യ പ്രവർത്തനം ഞാൻ തല്ലി സാറേ. ആരോഗ്യ പ്രവർത്തനത്തല്ലേ? താൻ എന്ത് വൃത്തികേടാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തനമൊക്കെ തല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം നമ്മൾ ആരോഗ്യ പ്രവർത്തകനെയൊക്കെ ഇപ്പൊ ചേർത്ത് പിടിക്കണം. അവനെ ചേർത്ത് പിടിച്ചിട്ടാണ് തല്ലിയത്. അവന്റെ സ്വഭാവം തല്ലല്ല, അവനെ കൊല്ലണം. എന്തിനാണ് താൻ ഈ ആരോഗ്യ പ്രവർത്തകനെ തല്ലിയത്? എന്തിനാണെന്നാ, എനിക്ക് കൊറോണ വന്ന സമയത്ത് അവന്റെ കയ്യും കാലും പിടിച്ച് ഞാൻ എന്റെ റൂട്ട് മാപ്പ് അന്വേഷിച്ച് പോകല്ലേ അവൻ എന്റെ റൂട്ട് മാപ്പ് അന്വേഷിച്ച് പോയി. ആദ്യം ആ സിസിലിയുടെ വീട്ടിൽ പോയി. അതോടുകൂടി സിസിലിയുടെ ആൾക്കാർ വന്ന് എന്നെ തല്ലി. അതിന് ജമീലയുടെ വീട്ടിൽ പോയി. അതോടുകൂടി നാട്ടിൽ മൊത്തം പാട്ടായി. അതഞ്ഞ് ശരളയുടെ വീട്ടിൽ പോയി. ആ ശരള കുടുംബക്കാർ മൊത്തം വന്ന് തല്ലി പണ്ടാറടക്കി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടും അവൻ നിർത്തിയില്ല. അത് കഴിഞ്ഞ് മറ്റേ ശരള, ജമീല, സൂറാബി അങ്ങനെ ഒരുപാട് ആൾക്കാരെ വീട്ടിൽ പോയി. മൊത്തം നാണക്കേടായി. ഇനി മേലുള്ള ആരോഗ്യ പ്രവർത്തകരോട് വെറുതെ വൃത്തിയോട് കാണിക്കരുത്, മനസ്സിലായി? തന്റെ കുഴപ്പം കൊണ്ടാണ് അയാൾ റൂട്ട് മാപ്പ് അന്വേഷിച്ചു പോയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ താൻ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നാണ് അപ്പോൾ വരുന്നത് അല്ലേ? എന്ത് കണ്ടെയ്ൻമെന്റ് സോൺ സാറേ? എന്റെ പൊന്ന് സാറേ, എന്റെ കല്യാണം 17 വർഷമായില്ലേ? 17 വർഷമായി കല്യാണം. അന്ന് തുടങ്ങി കണ്ടെയ്ൻമെന്റ് സോണിലാണ് എന്റെ ജീവിതം. അതെന്താണ് അങ്ങനെ പറയുന്നത്? എന്റെ പൊന്ന് സാറേ, ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ വരും. വന്നു കഴിഞ്ഞാൽ ഒരടി അവൾ എന്നെ മുറ്റത്തേക്ക് വിടൂല. ഫുൾ ലോക്ക്ഡൌൺ അല്ലേ? അപ്പൊ ഞായറാഴ്ച കാര്യം പറയണ്ട, കർഫ്യൂ ആണ്. അന്ന് എന്താ പറയാ, ഒരു മുറ്റത്തേക്കോ ഒങ്ങക്കും എന്നെ പറഞ്ഞത്. ഇതുപോലെ വിടാണ്ടാണ് താൻ ജമീലാടി സൂറാബിയുടെ ഒക്കെ വീട്ടിൽ പോണത്. അപ്പൊ തന്നെ കൂടുതൽ പറയണ്ട. അപ്പൊ കൊറോണ വൈറസിനെ താൻ എനിക്ക് പേടിയില്ല എന്നാണോ പറയുന്നത്? കൊറോണ വൈറസിന് എനിക്ക് ഒട്ടും പേടില്ല. അതിനേക്കാളും വലിയ വൈറസാണ് എന്റെ ഭാര്യ. പിന്നെ ഞാൻ എന്തിനാ ഈ കൊറോണ വൈറസിനെ പേടിക്കണം? അത് ശരി, മനസ്സിലായി. അപ്പോൾ കൊറോണ വൈറസ് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നെഗറ്റീവ് ആവും എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, കൊറോണ വൈറസ് എന്നൊക്കെ പറഞ്ഞ 10-15 ദിവസം ആകുമ്പോൾ നെഗറ്റീവ് ആവും. പക്ഷെ എന്റെ ഭാര്യ ആ വൈറസ് എന്റെ മേത്ത് കയറിയിട്ട് 17 വർഷമായി. ഇപ്പോഴും ഞാൻ പോസിറ്റീവാണ്. താനൊന്ന് ബ്രീത്ത് എടുത്തേ. ബ്രീത്ത് എടുക്കാൻ എന്നെ കൊല്ലാൻ പോണോ മണ്ടാറം? ബ്രീത്തല്ല, ബ്രീത്ത്, ശ്വാസം എടുത്തേ. ഒരു പോത്ത് കരയുന്ന ശബ്ദം കേൾക്കുന്നുള്ള തന്റെ അകത്ത്. അത് ഇന്നലെ പോത്തർച്ചിന്നതിന്റെയാണ് സാറേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അലോപ്പതി മാത്രമല്ല, നമ്മള് സൈക്കാട്രിസ്റ്റും കൂടിയാണ്. അലോപ്പതിയാ, ലഡുവിന്റെ പൊതിയാ, എന്ത് പണ്ടാറായാലും കുഴപ്പമില്ല, തിന്നാൻ ഞാൻ തയ്യാറാണ്. എന്റെ അസുഖം ഒന്ന് മാർക്കറ്റ്. ഓക്കെ, എനിക്ക് താങ്കളുടെ റിലാക്സ്, എനിക്ക് താങ്കളുടെ പ്രശ്നം എനിക്ക് എന്താണെന്ന് മനസ്സിലാവും. ഞാനൊരു കാര്യം ചെയ്യാം, താങ്കളെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാം. എന്ത് നോട്ടീസ് അടിച്ചാലും കുഴപ്പമില്ല, എന്റെ ഈ നശിച്ച അസുഖം മാറിയാണ്. ഹിപ്നോട്ടിസം ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ് തനിക്കുള്ളത്. തനിക്ക് മാനസിക പ്രശ്നമാണ്, ഹൈ പ്രഷറാണ്, പിന്നെ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് എല്ലാം ക്ലിയർ ആക്കി എടുക്കാം. അപ്പോ ഞാൻ ചെയ്യാൻ പോണ ഹിപ്നോട്ടിസം ചെയ്യാൻ പോണ ഹിപ്നോട്ടിസം ചെയ്യാനാ. താങ്കൾ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങൂല. താങ്കൾ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങൂലെന്ന് ഈ സൈക്കാട്രിസ്റ്റ് മനോഹരൻ വിചാരിച്ചാൽ ഉറങ്ങാത്ത പേഷ്യൻസ് ആരുമില്ല. താങ്കൾ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങൂല സാറേ, പ്രശ്നമാണ്. താങ്കൾ ഉറങ്ങുകയാണ്. എന്നെ ഉറക്കണ്ട, വെറുതെ പ്രശ്നമാണ് സാറേ. താങ്കൾ ഉറങ്ങുകയാണ്. എന്നെ ഉറക്കണ്ട. താങ്കൾ ഉറങ്ങുകയാണ്. ഉറക്കണ്ട സാറേ. താങ്കൾ ഉറങ്ങുകയാണ്. താങ്കൾ ഉറങ്ങുകയാണ്. താങ്കൾ ഉറങ്ങുകയാണ്. ഇതിനേക്കാളും വലിയ മല്ലന്മാരെ വരെ ഈ സൈക്കാട്രിസ്റ്റ് മനോഹരൻ ഉറക്കിയിരിക്കുന്നു. പിന്നെയാണ് ഈവൻ എനിക്ക് വയ്യ. ഇതാണ് സൈക്കാട്രിസ്റ്റ് മനോഹരൻ്റെ പ്രത്യേകം. എന്തൊരു വൃത്തികെട്ട സ്മെല്ല് വരണു. അയ്യേ ഡോ, എന്ത് വൃത്തികേടാണ് താനീ കാണിച്ചോടെ മൂത്രം വെച്ചിട്ടിരിക്കണ. സാറേ, സാറിനോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ ഉറക്കണ്ട ഉറക്കിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലേ. എനിക്ക് ഉറക്കത്തിന് മൂത്രം ഒഴിക്കണ അസുഖമുണ്ട് സാറേ. സാറേ, ഞാൻ എന്ത് കഴിച്ചാലും അതേ വാർഡിൽ തന്നെ പോകും.
എന്ത് കഴിച്ചാലും അതേപോലെ പോവുക. ഇപ്പൊ ഞാനൊരു പെപ്സി കുടിച്ചതാണ് അപ്പൊ ഈ കാണുന്നത്. അപ്പൊ താനൊരു ആപ്പിള് കഴിച്ചാൽ എന്താ? ആപ്പിളായിട്ട് പോകും. അപ്പൊ ഒരു ഏത്തപ്പഴം കഴിച്ചാൽ എന്താ? പഴമായിട്ട് പോകും. ഒരു കുറ്റി പുട്ട് കഴിച്ചാലോ? അത് പുട്ടായിട്ട് പോകും സാറേ. അത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ഫൈറ്റാക്കോസ് മീഡിയ എന്നാണ് പറയുന്നത്. എന്ത് മീഡിയ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ അസുഖം ഒന്ന് മാർക്കറ്റ് കാര്യം ഞാൻ പറയാം. ഇത് കേരളത്തിൽ എവിടെ പോയാലും ഇതിന് ചികിത്സ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ സൈക്കാട്രിസ്റ്റ് മനോഹറിൻ്റെ അടുത്ത് ഇതിനെ പറ്റി നല്ലൊരു മെഡിസിൻ ഉണ്ട്. പക്ഷെ ഇത് താൻ പുറത്ത് പറയുന്നത് കാരണം ആൾക്കാർ വരി നിന്ന് ആകെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് തന്നെ തന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടും താൻ എൻ്റെ ഒരു സ്ഥിരം പേഷ്യൻ്റ് ആയതുകൊണ്ടും ഞാൻ തനിക്ക് ഈ മരുന്ന് തരാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഒരു ക്യാപ്സ്യൂളാണ്, ഒരു വലിയ ക്യാപ്സ്യൂൾ. അത് താൻ ഇപ്പം തന്നെ അത് കഴിച്ചോ കേട്ടോ. എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണുന്ന ആളാണ് ഈ സൈക്കാട്രിസ്റ്റ് മനോഹർ. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ എല്ലാത്തിനും ഈ മനോഹർ പരിഹാരം കാണും. എൻ്റെ സാറേ ഇപ്പോഴാണ് വയറിനൊരു സുഖമായത്. അതെ, എന്നിട്ട് മുഖത്ത് കാണില്ല സുഖം. സത്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ. സാറ് തന്നെ ഈ ഗുളിക കഴിച്ചപ്പോൾ വയറിന് നല്ല സുഖം കിട്ടി. ആശ്വാസം തോന്നുന്നില്ലേ? നല്ല സുഖം കിട്ടുന്നില്ലേ? നല്ല ഒരു കുളിർമ തോന്നുന്നില്ലേ? ഒരു ഉന്മേഷം, കുളിർമ. അതാണ് സൈക്കാട്രിസ്റ്റ് മനോഹറിന്റെ ഗുളികയുടെ പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ എഴുതിയ മരുന്നുണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ തരാം. ഇത് വാങ്ങിക്കുക, ബാക്കിയുള്ള മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുക. അതിനുശേഷം ഒരാഴ്ച വന്ന് തന്നെ കാണണം കേട്ടോ. ഓക്കെ, ഈ സൈക്കാട്രിസ്റ്റ് മനോഹരൻ മാറ്റാത്ത അസുഖങ്ങളില്ല. കാരണം എവിടെ ഇന്ത്യയിൽ വരെ പ്രഗത്ഭനായിക്കൊണ്ടിരിക്കുന്ന ഈ മനോഹരൻ്റെ അടുത്ത് വരാത്ത എന്താ പറയുക? എടോ ദാമോദര, ഇവിടെ വന്നേ. എന്താണ് സാറേ? താൻ ഇപ്പൊ കഴിച്ച ഗുളികയില്ലേ, ഇതും കൂടെ കൊണ്ടുപോയിക്കോ.